നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. കൊടകര മനക്കുളങ്ങരയിൽ കോൺഗ്രസ് കുടുംബ സംഗമം നടത്തി. മഴ പെയ്താൽ ദുരിതത്തിലായി കൊടകര വല്ലപ്പാടി പ്രദേശവാസികൾ. കാർഷിക മേഖലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മാജൂഷ് മാത്യം നയിക്കുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് കോടാലി സെന്ററിൽ സ്വീകരണം നൽകി. നാടിപ്പാറ പിറവി കലാ സാംസ്കാരിക വേദിയുടെയും തൃശൂർ ആര്യ ഐ കെയർ ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധന തിമിരനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. ദേശീയപാത അമ്പലൂരിൽ സ്കൂട്ടർ അപകടത്തിൽ യുവതി മരിച്ചു. വാർത്തകൾ വിശദമായി. കൊടകര മനക്കുളങ്ങരയിൽ കോൺഗ്രസ് കുടുംബ സംഗമം നടത്തി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊടകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 19-20 വാർഡ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമം സംഘടിപ്പിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് VM ആന്റണി അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി A പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി. ചാലക്കുടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി നാരായണൻകുട്ടി സ്വാഗതം പറഞ്ഞു. INTUC ജില്ലാ സെക്രട്ടറി MK ഷൈൻ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ജോയ് ചെമ്പകശ്ശേരി എന്നിവർ പ്രസംഗിച്ചു. 20-ാം വാർഡ് പ്രസിഡന്റ് രാജു കുറുവത്ത്, 19-ാം വാർഡ് പ്രസിഡന്റ് KU സൂരജ്, മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം ഉഷ സത്യൻ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി സുമ ഗിരിജൻ, പഞ്ചായത്ത് അംഗം ബിജി ഡേവിസ്, ഹയർ സെക്കൻഡറി അധ്യാപക സംഘടനാ സംസ്ഥാന ട്രഷറർ K വർഗീസ് മാസ്റ്റർ, വിനീൻ തോട്ടാപ്പള്ളി, പ്രദീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കളവ് മാത്രമാണ് ഇപ്പോ കേരളം കട്ടുമുടിച്ചു. ഇപ്പോ ഭഗവാന് പോലും രക്ഷയില്ലാത്തൊരു കാലഘട്ടത്തിലാണ് ഇപ്പോ മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പൊ ഈ അഴിമതി ഭരണം നമുക്ക് ഇല്ലാതാക്കണം. വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം, ഇവിടെ പഞ്ചായത്ത് ഭരണസമിതിയുടെ ധിക്കാരവും ദാക്ഷ്യവും അഴിമതിയൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പാവപ്പെട്ട കുമ്പാരന്മാർക്ക് പണിതു കൊടുത്ത 1.5 കോടി രൂപയ്ക്ക് പണിതു കൊടുത്ത ആ സ്ഥാപനത്തിന്റെ അവസ്ഥ ഇന്ന് ആ ടാങ്ക് പൊട്ടി പോകുന്ന സ്ഥിതിയാണ്. ഒരുപാട് ആർവം വരികയുണ്ടായി. രാഹുൽ ഗാന്ധി കൃത്യമായി തന്നെ വർഷങ്ങളെടുത്ത് പഠിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ട് പൊതുജനങ്ങളുടെ മുമ്പിലേക്ക് ഇറക്കി വിടുകയാണ്. ഈ രാജ്യത്തിലെ കോടതിയിൽ പോയി എന്താ സംഭവിക്കുക? മഴ പെയ്താൽ ദുരിതത്തിലായി കൊടകര വല്ലപ്പാടി പ്രദേശവാസികൾ. കൊടകര മേച്ചിറ ചാത്തൻ മാസ്റ്റർ റോഡിൽ വല്ലപ്പാടി മേഖലയിൽ കാന നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഒരു ചെറിയ മഴയത്ത് പോലും റോഡിൽ വെള്ളം നിറയുമെന്നും സമീപത്തെ വീടുകളിലേക്ക് വെള്ളം കുത്തിയൊലിച്ച് വരുന്നുണ്ടെന്നും പ്രദേശവാസികൾ പറഞ്ഞു. അഴീക്കോട് നഗറിൽ നിന്നും അടക്കം മഴവെള്ളം ഒഴുകിയെത്തുന്നുണ്ട്. കോടികൾ ചിലവഴിച്ച് ആധുനിക രീതിയിൽ ടാർ ചെയ്ത ഈ റോഡ് ഇത്തരത്തിൽ വെള്ളം ഒഴുകിപ്പോയാൽ തകരുമെന്നും നാട്ടുകാർ പറഞ്ഞു. കൊടകര വെല്ലപ്പാടി കനാമല മേച്ചറ ചാത്തൻ മാസ്റ്റർ റോഡാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. ഈ റോഡ് പണിതിട്ട് ഇപ്പോൾ ഏകദേശം 1 കൊല്ലത്തിൻ്റെ അടുത്ത് ആവാറായിട്ടുണ്ട്. ഇത് പണി കോടാനുകോടി രൂപ ചെലവഴിച്ചിട്ടാണ് ഈ റോഡ് പണിതേക്കുന്നത്. MLA ഫണ്ടും അല്ല ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഫണ്ടുകളും ഉപയോഗിച്ചാണ് ഇത് പണിതിട്ടുള്ളതാണെന്നാണ് ഞങ്ങളുടെ അറിവ്. ഈ മഴ പെയ്യുന്ന വെള്ളം, ഈ അഴീക്കോട് നഗറിലെ വെള്ളം, അതുപോലെ തന്നെ പൊക്കത്തുനിന്ന് വരുന്ന വെള്ളങ്ങളെല്ലാം ഈ റോട്ടിൽ കൂടെ ഒഴുകി ഈ റോഡടക്കം കേടാവുന്ന അവസ്ഥയിലേക്ക് പോകുന്ന ഒരു അവസ്ഥ ഇപ്പോൾ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഈ വെള്ളങ്ങളെല്ലാം ഒഴുകി വീടുകളുടെ പറമ്പുകളിലേക്കും വീടുകളിലേക്കും കയറുന്ന അവസ്ഥയാണുള്ളത്. ഇത് ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്നൊരു വിഷയമാണ്. അത് എത്രയും പെട്ടെന്ന് ഇപ്പോൾ ഇവിടുത്തെ ജനങ്ങളെല്ലാവരും കൂടി ഒരു മാസ് പെറ്റീഷൻ തയ്യാറാക്കിക്കൊണ്ട് PWDക്കും MLAക്കും നാളെ തന്നെ നിവേദനം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാനയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മണ്ണ് നീക്കം ചെയ്യുക, അപ്പോൾ തന്നെ വെള്ളം കൂടുതലായിട്ട് സുഗമമായിട്ട് ഒഴുകി പോകാൻ സാധിക്കും. പ്രദേശവാസികളായ TG അജോ, അനൂപ് മാടക്കായിൽ, പീതാംബരൻ തൊമ്മാത്ത്,
രവീന്ദ്രൻ പാട്ടത്തിൽ, സതീശൻ ഐക്കര എന്നിവരുടെ നേതൃത്വത്തിൽ പ്രദേശവാസികളുടെ ഒപ്പുശേഖരണം നടത്തി. വരും ദിവസങ്ങളിൽ PWD എഞ്ചിനീയർക്കും MLAയ്ക്കും പരാതി സമർപ്പിക്കുമെന്നും പറഞ്ഞു. കാർഷിക മേഖലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മാജൂഷ് മാത്യം നയിക്കുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് കൊടാലി സെന്ററിൽ സ്വീകരണം നൽകി. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഗോപാലകൃഷ്ണൻ മടപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് രവി പോലുവളപ്പിൽ, സംസ്ഥാന സെക്രട്ടറി അരുൺ കൊടകര, ഷാഫി കല്ലുപറമ്പിൽ, ലിൻഡോ പള്ളിപ്പറമ്പൻ, CH സാദത്ത്, K ഹനീഫ, രഹൻ പള്ളത്തേരി, മുരളി വെട്ടിയാട്ടിൽ, തങ്കമണി മോഹനൻ, വിജയൻ വെട്ടിയാട്ടിൽ എന്നിവർ പ്രസംഗിച്ചു. ആ നെല്ലുൽപാദകരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ലോകത്ത് ഏറ്റവും കൂടുതൽ കർഷകർ ആത്മഹത്യ ചെയ്യുന്ന രാജ്യം ഇന്ത്യയാണ്. മഹാരാഷ്ട്രയിൽ ഓരോ വർഷവും ആത്മഹത്യ ചെയ്യുന്ന കർഷകരുടെ കണക്ക് നമുക്ക് ചിന്തിക്കാൻ പോലും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ വർദ്ധിച്ചു വരികയാണ്. ആന്ധ്രയിലായാലും അതുപോലെ തന്നെ മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ അവിടുത്തെ കർഷകർ. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിലെ സെന്റ് സെബാസ്റ്റ്യൻ യൂണിറ്റിൽ നടത്തിവരുന്ന ജപമാല സമാപിച്ചു. കൊടകര കാഞ്ഞിരത്തിങ്കൽ വർഗീസിന്റെ വീട്ടിൽ വെച്ചാണ് ജപമാല സംഘടിപ്പിച്ചത്. കൊടകര സെന്റ് ജോസഫ് ഫൊറോന വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി, സഹവികാരി ലിൻഡോ കുരിശിങ്കൽ എന്നിവർ സന്ദേശം നൽകി. യൂണിറ്റ് പ്രസിഡന്റ് ജോഷി ചോനേടൻ, സെക്രട്ടറി ബോസ്കോ തോട്ടത്തിൽ, ട്രഷറർ ഡേവിഡ് വിധേയത്തിൽ എന്നിവർ നേതൃത്വം നൽകി. ചടങ്ങിൽ വിവിധ മത്സരങ്ങളിൽ വിജയിച്ചവർക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. ഇനിയൊരു ഇടവേള. വാർത്തകൾ തുടരുന്നു. നാടിപ്പാറ പിറവി കലാസാംസ്കാരിക വേദി ആൻഡ് വായനശാലയുടെയും തൃശൂർ ആര്യ ഐ കെയർ ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധന തിമിരനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. ലൈബ്രറി കൗൺസിൽ ചാലക്കുടി താലൂക്ക് കമ്മിറ്റി സെക്രട്ടറി NS വിദ്യാധരൻ ഉദ്ഘാടനം ചെയ്തു. VS സുബീഷ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ സൂര്യ സുരേന്ദ്രൻ, കോർഡിനേറ്റർ വൈശാഖ്, മഞ്ജു സജി, പ്രിൻറ്റി പ്രദീപ് എന്നിവർ സംസാരിച്ചു. NP അഭിലാഷ് സ്വാഗതവും പ്രഭാകരൻ കൂനമാക്കൽ നന്ദിയും പറഞ്ഞു. കലാപരമായ കാര്യങ്ങൾ, സാംസ്കാരികപരമായ കാര്യങ്ങളൊക്കെ വായനശാല നടത്തിക്കൊണ്ടുപോകും. അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം വായനയെ പരിപോഷിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിന് ഉതകുന്ന രീതിയിലുള്ള പരിപാടികൾ വായനയുടെ. ദേശീയപാത അമ്പലൂരിൽ സ്കൂട്ടർ അപകടത്തിൽ യുവതി മരിച്ചു. പന്തലൂർ കാരണത്ത് ജോഷിയുടെ ഭാര്യ 45 വയസ്സുള്ള സിജിയാണ് മരിച്ചത്. ഞായറാഴ്ച രാവിലെ 8 മണിയോടെയായിരുന്നു അപകടം. നിയന്ത്രണം വിട്ട സ്കൂട്ടർ മറിഞ്ഞ് സ്കൂട്ടറിന് പിറകിൽ യാത്ര ചെയ്തിരുന്ന സിജി ബസ്സിനടിയിലേക്ക് വീഴുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ സിജിയെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തൈക്കാട്ടുശ്ശേരിയിലെ ആയുർവേദ കമ്പനിയിൽ താൽക്കാലിക ജീവനക്കാരിയായ സിജി ജോലിക്ക് പോകുന്നതിനിടെയായിരുന്നു അപകടം. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മുരിയാട് ഗ്രാമപഞ്ചായത്തിൽ 2 തദ്ദേശ റോഡുകളുടെ നിർമ്മാണോദ്ഘാടനം മന്ത്രി R ബിന്ദു നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിൻ്റെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതി പ്രകാരം ഇരിഞ്ഞാലക്കുട മണ്ഡലത്തിൽ 30 റോഡുകളുടെ നവീകരണത്തിനായി 8.39 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു. മുരിയാട് ആരംഭനഗർ പരിസരത്ത് നടന്ന മുരിയാട് പഞ്ചായത്തിലെ 2 റോഡുകളുടെ നവീകരണ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മുരിയാട് ഗ്രാമപഞ്ചായത്തിലെ 3 റോഡുകളാണ് നവീകരണത്തിന് ഒരുങ്ങുന്നത്. അതിലെ 2 റോഡുകളായ മുരിയാട് മഠം കപ്പേള ആരംഭനഗർ റോഡ്, കറളിപ്പാടം താര മഹിളാ സമാജം റോഡ് എന്നീ റോഡുകളുടെ നവീകരണ നിർമ്മാണോദ്ഘാടനമാണ് നടന്നത്. മുരിയാട് മഠം കപ്പേള ആരംഭനഗർ റോഡിന് 20 ലക്ഷം രൂപയും കറളിപ്പാടം താര മഹിളാ സമാജം റോഡിന് 22 ലക്ഷം രൂപയുമാണ് അനുവദിച്ചിട്ടുള്ളത്. ചടങ്ങിൽ മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ മുഖ്യാതിഥിയായി. മുരിയാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി ഗോപി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സരിത സുരേഷ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KU വിജയൻ, പഞ്ചായത്ത് അംഗങ്ങളായ AS സുനിൽകുമാർ, മണി സജയൻ, മുരിയാട് കോപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KA മനോഹരൻ എന്നിവർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 11,390 രൂപ, പവന് 91,120 രൂപ.
ശോഭയിൽ നിൻമുഖം മാത്രം, നിൻമുഖം മാത്രം. പന്തല്ലുക്കാരൻ ജ്വല്ലറി കൊടകര പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടകര മനക്കുളങ്ങരയിൽ കോൺഗ്രസ് കുടുംബ സംഗമം നടത്തി. മഴ പെയ്താൽ ദുരിതത്തിലായി കൊടകര വല്ലപ്പാടി പ്രദേശവാസികൾ. കാർഷിക മേഖലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മാജൂഷ് മാധ്യം നയിക്കുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് കോടാലി സെന്ററിൽ സ്വീകരണം നൽകി. നാടിപ്പാറ പിറവി കലാ സാംസ്കാരിക വേദിയുടെയും തൃശൂർ ആര്യ ഐ കെയർ ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധന തിമിര നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. ദേശീയപാത അമ്പലൂരിൽ സ്കൂട്ടർ അപകടത്തിൽ യുവതി മരിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.